2024 ജൂലൈ 1 അർദ്ധരാത്രി ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ അടിമുടി മാറുകയുണ്ടായി. കൊളോണിയൽ എന്ന് നമ്മൾ വിളിച്ചിരുന്ന 3 നിയമങ്ങൾ, ഇന്ത്യൻ പീനൽ കോഡ് 1860, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1873, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 എന്നിവയാണ് മാറി പുതിയ നിയമങ്ങൾ ഉണ്ടായത്. പുതിയ നിയമങ്ങളുടെ പേരാകട്ടെ മലയാളികളടക്കം സൗത്ത് ഇന്ത്യയിൽ നമ്മൾ പലരും പറഞ്ഞു പഠിക്കാൻ മിനക്കെടുന്നവയാണ്. ഇന്ത്യൻ പീനൽ കോഡ് മാറി ഭാരതീയ ന്യായ സംഹിത, ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് മാറി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഇന്ത്യൻ എവിഡൻസ് ആക്ടിനു പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇങ്ങനെയാണ് പുതിയ നിയമങ്ങൾ. ഈ നിയമങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഡീകോളനൈസേഷൻ എന്ന സംഭവം ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിൽ നടക്കുന്നുണ്ടോ? പുതിയ മാറ്റങ്ങൾ എല്ലാ കാലത്തും നമ്മൾ നോക്കിയിരുന്നവയാണ്, കൈനീട്ടി സ്വീകരിച്ചവയാണ്. ഈ മാറ്റങ്ങൾ നമ്മുടെ ഇന്നത്തെ നിയമവ്യവസ്ഥിതി ആവശ്യപ്പെടുന്ന, ഇന്നത്തെ നിയമവ്യവസ്ഥിതിയുടെ പക്വതയ്ക്ക് പാകത്തിലുള്ളവയാണോ അല്ലയോ? ഒരു നിരീക്ഷണമാണ്. നമുക്ക് നോക്കാം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മാറുന്ന നിയമങ്ങൾ, മാറാത്ത ഭയങ്ങൾ. ആദ്യമായി നമുക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് പറയാം. ഇന്ത്യൻ പീനൽ കോഡിനു പകരം ഭാരതീയ ന്യായ സംഹിത രൂപപ്പെടുമ്പോൾ, നിലവിൽ വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വളരെ കുറച്ചു മാത്രമാണ്. അതായത് മുമ്പുണ്ടായിരുന്ന നിയമത്തിലെ 99% പ്രൊവിഷൻസും അതേപടി ആവർത്തിക്കുകയും ഒരു 20ഓളം ഒഫൻസസ് പുതുതായി ആഡ് ചെയ്യുകയും 1-2 പണിഷ്മെന്റ്സ് വ്യത്യാസം വരുത്തുകയും മാത്രമാണ് ഈ പുതിയ നിയമത്തിൽ ചെയ്യുന്നത്. അങ്ങനെ പുതുതായി ആഡ് ചെയ്ത പ്രൊവിഷൻസ് അല്ലെങ്കിൽ പുതുതായി ആഡ് ചെയ്ത ഒഫൻസസ് എന്തൊക്കെയാണ് എന്നതാണ് കൗതുകകരമായിട്ടുള്ള ഒരു വസ്തുത, അല്ലേ? അതായത് ഇന്ത്യൻ നിയമപ്രകാരം ഇതുവരെ കുറ്റമല്ലാതിരുന്ന മോബ് ലിഞ്ചിങ്, ഡിസീറ്റ്ഫുൾ മീൻസ് ഓഫ് സെക്ഷുവൽ ഇന്റർകോഴ്സ്, ട്രീസൺ, ഓണർ കില്ലിംഗ് എന്നിവയാണ് പുതുതായി കുറ്റമാവുന്ന കാര്യങ്ങൾ. ഇതൊന്നും പണ്ട് കുറ്റമല്ലായിരുന്നു എന്നല്ല അർത്ഥം. പക്ഷെ ഈ പേരിൽ ഒരു കുറ്റകൃത്യം ഉണ്ടായിരുന്നില്ല. അതായത് ഓണർ കില്ലിംഗ് മർഡറായി മാത്രമാണ് ട്രയൽ ചെയ്തിരുന്നത്. മോബ് ലിഞ്ചിങ് അതേപോലെ തന്നെ, അത് മോബ് ലിഞ്ചിങ്ങിന്റെ സ്വഭാവം അനുസരിച്ച്, അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച് നിലവിലുള്ള ഇന്ത്യൻ നിയമങ്ങളിൽ അത് ഏതാണ് കുറ്റം അതാക്കി ട്രൈ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ അതിനു പകരമായി കൃത്യമായ ഡെഫിനിഷനോടുകൂടി കൃത്യമായി പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ട് പുതിയ നിയമങ്ങൾ രൂപപ്പെടുകയും അത് ഇന്ത്യൻ നിയമങ്ങളുടെ ഭാഗമാവുകയും ചെയ്തു എന്നതാണ് ഭാരതീയ ന്യായ സംഹിത 2024 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയണം. അത് സ്വാഗതാർഹമായ മാറ്റം ആണ് താനും. എന്നാൽ അതേസമയം വളരെയധികം വിവാദങ്ങൾ ഉണ്ടാക്കിയ സെഡീഷൻ 120A, IPCയിലെ 120Aയിൽ പറഞ്ഞിരുന്ന സെഡീഷൻ, അതായത് രാജ്യദ്രോഹ കുറ്റം, അത് പൂർണ്ണമായും എടുത്തു കളഞ്ഞു. അതേപോലെ എടുത്തു കളഞ്ഞ മറ്റൊരു പ്രൊവിഷനാണ് സെക്ഷൻ 377 ഇന്ത്യൻ പീനൽ കോഡിന്റെ. അതായത് സെയിം സെക്സ് റിലേഷൻഷിപ്പിനെ കുറ്റമാക്കുന്ന ആ പഴയ നിയമം സുപ്രീം കോടതി ഓൾറെഡി എടുത്തു കളഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പൊ അതിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ നിയമം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നും ഭാരതീയ ന്യായ സംഹിതയ്ക്ക് വന്നിട്ടുള്ള കാര്യമായ വ്യത്യാസം ഇതാണെന്ന് പറയണം. ഇനി പറയാൻ പോകുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ വന്ന മാറ്റങ്ങളെ പറ്റിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇനാബ്സെൻഷ്യ ട്രയലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 0 FIR ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. എന്നാൽ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു ചെറിയ മാറ്റം, അതായത് CRPCയിൽ ഉണ്ടായിരുന്ന സെക്ഷൻ അതേപടി BNSSൽ എടുത്തു വയ്ക്കുമ്പോൾ ചെറിയ ഒരു പ്രൊവൈസോ മാത്രമായിട്ട് എടുത്തു മാറ്റുകയാണ്. അതായത് ഒരു സെക്ഷൻ മാറുന്നില്ല, ഒരു സബ്സെക്ഷൻ മാറുന്നില്ല, പ്രൊവൈസോയിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ വാക്ക് മാത്രമായിട്ട് എടുത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതായത് ഇന്നേ വരെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാളെ പോലീസ് കസ്റ്റഡിയിൽ വെക്കാൻ കഴിയുമായിരുന്ന പരമാവധി ദിവസം 15 ദിവസമാണ്. അതിനുശേഷം അതർ ദാൻ പോലീസ് കസ്റ്റഡി എന്നൊരു വാക്കാണ് CRPCയിൽ ഉപയോഗിച്ചിരുന്നത്. അതായത് സാധാരണയായി കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുകയും കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്യും. ഈ ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയുന്നത്
പലപ്പോഴും ഒരു ജയിലായിരിക്കും, ജയിലറുടെ പ്രൊട്ടക്ഷനിലായിരിക്കും, പക്ഷെ അത് ജുഡീഷ്യറിയുടെ പ്രൊട്ടക്ഷനിലായിരിക്കും, ജുഡീഷ്യറിയുടെ സൂപ്പർവിഷനിലായിരിക്കും. എന്നാൽ ആ അതർ ദാൻ പോലീസ് കസ്റ്റഡി എന്ന വാക്ക് എടുത്തു മാറ്റുക വഴി ഇനി മുതൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏതൊരാളെയും 90 ദിവസം വരെ, അതായത് ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നത് വരെ പോലീസ് ലോക്കപ്പിൽ, പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാനുള്ള അധികാരം പോലീസുകാർക്ക് കൊടുക്കുന്ന ഒരു വ്യാപകമായ മാറ്റമാണ്, ഭയപ്പെടുത്തുന്ന ഒരു മാറ്റമാണ് ഇതുവഴി നമ്മൾ BNSSൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ഇമ്പാക്റ്റ് ആയിട്ട് നമ്മൾ വളരെ ഇപ്പൊ ഇന്ത്യയിലെ സാധാരണ സിറ്റുവേഷനിൽ തന്നെ ലോക്കപ്പ് മരണങ്ങളുടെ ഒരു ചരിത്രം ഉണ്ട് നമുക്ക്. എവ്രി അതർ ഡേ എന്ന് പറയുന്നത് പോലെ ലോക്കപ്പ് മരണങ്ങളുടെയും ലോക്കപ്പ് മർദ്ദനങ്ങളുടെയും കഥകൾ ആവർത്തിക്കുന്ന ഇന്ത്യൻ പോലീസ് ഫോഴ്സിനാണ് ഇത്തരത്തിലുള്ള ഒരു ബ്ലാങ്കറ്റ് പവർ കൊടുത്തിരിക്കുന്നത്. 90 ദിവസം, 3 മാസം വരെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വെക്കാനുള്ള അധികാരം പോലീസുകാർക്ക് കൊടുത്താൽ ഏത് തരത്തിലുള്ള ഇൻട്രോഗേഷൻ ആവും അവർ നടത്തുക, ഏത് തരത്തിലാവും പോലീസിനെ ട്രീറ്റ് ചെയ്യുക, ഏത് തരത്തിലായിരിക്കും പ്രതിയെ ട്രീറ്റ് ചെയ്യുക എന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുവഴി ഉണ്ടാവാൻ പോകുന്നത് ഒരു പോലീസ് രാജ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതാണ് ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വിഷയം. ഇത് മാത്രമല്ല, ഇങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ 3 മാസം പ്രതിയെ വെക്കാം, അതായത് പോലീസിന് കേസ് അന്വേഷണം തീരുന്നത് വരെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വെക്കാമെന്നുണ്ടെങ്കിൽ പോലീസിന് കോടതിയിൽ ഹാജരാക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുകയോ കോടതി ഈ നടപടികൾ ശരിയാണോ എന്ന് പരിശോധിക്കുകയോ ചെയ്യുന്ന ആ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയാണ് കംപ്ലീറ്റ്ലി ഇവിടുന്ന് ഇല്ലാതെയാവുന്നത്. എന്ന് മാത്രമല്ല, പ്രതിക്ക് ബെയിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറയുകയും ചെയ്യും. സാധാരണയായി 15 ദിവസം കഴിഞ്ഞാൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇനി അവിടെ സൂക്ഷിക്കണോ വേണ്ടയോ എന്ന് കോടതിയാണ് തീരുമാനിക്കുന്നത്. ഇനിയിപ്പോൾ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയാലും 3 മാസം വരെ, അതായത് കോടതിയിൽ കേസ് അന്വേഷണം തീരുന്നത് വരെ പ്രതിയെ പോലീസിന് കൈവശം വെക്കാമെങ്കിൽ പ്രതിക്ക് ബെയിൽ കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്നൊരു പ്രത്യേക സ്ഥിതിയാണ് സംജാതമാവുന്നത്. അത് സത്യത്തിൽ ഭയപ്പെടുത്തുന്നതാണ് എന്ന് പറയാതെ വയ്യ. ഇനി അതിന്റെ കൂടെ അറസ്റ്റ്, സെർച്ച്, സീഷർ, ഈ 3 എണ്ണവും CRPCയിൽ പറയുന്ന അതേപോലെ തന്നെ എടുത്തു വച്ചിരിക്കുകയാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും സെർച്ച്, സീഷർ ചെയ്യുന്ന സമയത്തും അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യണം എന്നതാണ്. പിന്നെ ഇതിനു മുമ്പ് സീഷർ ചെയ്യാനുള്ള അവകാശം ജുഡീഷ്യറി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഓഫീസർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യണമെങ്കിൽ അത് അറ്റാച്ച്മെന്റ് നടക്കുന്നു എന്ന് ജുഡീഷ്യറിക്ക് ബോധ്യപ്പെടണം, ജുഡീഷ്യറി കൺവിൻസ്ഡ് ആവണം അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന്. ജുഡീഷ്യറി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഓഫീസറാണ് അറ്റാച്ച്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഈ ബ്ലാങ്കറ്റ് പവർ ഒരു സാധാരണ പോലീസുകാരന് കൊടുത്തിരിക്കുകയാണ്. അത് എപ്പോൾ സീഷർ ചെയ്യാം? അതായത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റകൃത്യം നടന്നു എന്ന് തെളിയിക്കാൻ ആവശ്യമായ എന്തും സീഷർ ചെയ്യാം, എന്തും കണ്ടെത്താം. ഇപ്പൊ ഈ ആവശ്യമായത് എന്താണെന്ന് തീരുമാനിക്കുന്നത് ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ എന്തും അറ്റാച്ച് ചെയ്യാനുള്ള വളരെ വലിയ ഒരു അധികാരമാണ് ഒരു സാധാരണ പോലീസുകാർക്ക് വിത്തൗട്ട് എ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നമ്മൾ ഇതുവഴി കൊടുക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന 2 അപകടങ്ങൾ: ഒന്ന്, സാധാരണ പൗരന്റെ മൗലികാവകാശങ്ങളുടെ മേൽ കടന്നു കയറാൻ പോലീസുകാർക്ക് ഒരു ബ്ലാങ്കറ്റ് പവർ കിട്ടുന്നു എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ സീഷർ ചെയ്യുന്ന എന്തും കോടതിയിൽ പ്രിലിമിനറി എവിഡൻസ് ആയി സ്വീകരിക്കും എന്നതുകൊണ്ട് തന്നെ തനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഏതൊരു പോലീസുകാരനും ഈ തെളിവുകൾ, എല്ലാ പോലീസുകാരും അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചെയ്യാനുള്ള അവകാശവും അവസരവുമാണ് നമ്മൾ ഇതുവഴി ഉണ്ടാക്കി കൊടുക്കുന്നത്. അതായത് ഏതൊരു പോലീസുകാരനും അവനവൻ ആവശ്യമുള്ള രീതിയിൽ ഈ തെളിവുകളെ വളച്ചൊടിച്ച് കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇതുവഴി ഉണ്ടാവുന്നത്. ഈ രണ്ട് പ്രൊവിഷൻസും ഒരൊറ്റ വായനയിലെങ്കിലും സാധാരണ പൗരന്റെ അവകാശങ്ങളുടെ മേലുള്ള അധികാരികളുടെ കടന്നുകയറ്റമാണ് എന്ന് പറയാതിരിക്കാനും സാധിക്കില്ല. ഇനി ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നു പേരുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന 2 മാറ്റങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട 2 മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വോളണ്ടറി വിറ്റ്നസ് എന്നുള്ള ഒരു കാറ്റഗറി ആളുകൾ. ഇതിനു മുമ്പ് എങ്ങനെയാണ് പോലീസ് വിറ്റ്നസ് എന്നൊരു കാറ്റഗറി ആൾക്കാരുണ്ട്. ഈ പോലീസ് വിറ്റ്നസ് എന്ന് പറയുന്ന ആളുകൾ, അതായത് പോലീസിന് കൊടുക്കുന്ന തെളിവുകൾ ഒന്നും കോടതിയിൽ അഡ്മിസിബിൾ അല്ല. അപ്പൊ അങ്ങനെയുള്ള എവിഡൻസ് നമുക്ക് അപ്പുറത്തെ പ്രതിഭാഗം വക്കീലിന് കൊറോബറേറ്റ് ചെയ്താൽ മാത്രമേ കോടതിയിൽ എവിഡൻസ് ആവുകയുള്ളൂ, പോലീസ് വിറ്റ്നസ് ആണെങ്കിൽ.
പക്ഷെ ഇവിടെ എന്താ പറയണത്, ഇവിടെ വോളണ്ടറി വിറ്റ്നസിനെ അലൗ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ വോളണ്ടറി ആയിട്ടുള്ള വരുന്ന വിറ്റ്നസിന്റെ മൊഴികൾക്ക് ഇത്തരത്തിലുള്ള കൊറാബറേറ്റ് ചെയ്താലേ അത് ആക്സെപ്റ്റബിൾ ആവുള്ളൂ എന്നൊരു പ്രൊവിഷൻ ഇല്ലാത്തത് കൊണ്ട് ഏതൊരാളെയും വോളണ്ടറി വിറ്റ്നസ് ആക്കി കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി തങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കാനുള്ള ഒരു സാധ്യത പോലീസുകാർക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ പോലീസ് വിറ്റ്നസ് ആയി കൊണ്ടുവന്നാലല്ലേ ഈ കൊറാബറേഷന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. വഴിയിൽ പോകുന്ന ഏതൊരാളെയും പിടിച്ച് വോളണ്ടറി വിറ്റ്നസ് ആക്കി കോടതിയിൽ ഹാജരാക്കിയാൽ ഈ പറയുന്ന, അതായത് മുമ്പ് CRPCയിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊസീജിയറൽ പ്രൊട്ടക്ഷൻ, ആ തെളിവ് യഥാർത്ഥ തെളിവാണ് എന്ന് ഉറപ്പിക്കാൻ ഉതകുന്ന ഒരു പ്രൊസീജിയറൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ആവുകയാണ് ഈ വോളണ്ടറി വിറ്റ്നസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക വഴി ഉണ്ടാവുന്നത്. BNSS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് സ്പീഡി ജസ്റ്റിസ്. അതായത് ഇനി മുതൽ ഏതൊരു കുറ്റവും രജിസ്റ്റർ ചെയ്തതിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കണം. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിന് ശേഷം ട്രയൽ നടത്തി 45 ദിവസത്തിനുള്ളിൽ കോടതികൾ ജഡ്ജ്മെന്റ് ഡെലിവർ ചെയ്തിരിക്കണം. ട്രയൽ കോടതികൾ ജഡ്ജ്മെന്റ് ഡെലിവർ ചെയ്തിരിക്കണം. അപ്പോൾ അതായത് 3 വർഷത്തിനുള്ളിൽ സുപ്രീം കോടതിയിൽ നിന്ന് വരെ ജഡ്ജ്മെന്റ് കിട്ടാവുന്ന രീതിയിൽ അത്രയധികം സ്പീഡി ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ വിഭാവനം ചെയ്തിട്ടാണ് BNSSലെ പ്രൊവിഷൻസ് ഉള്ളത്. എന്നാൽ ഇന്ത്യയിലെ ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ 60 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് തയ്യാറാക്കിയാൽ തന്നെയും 45 ദിവസത്തിനുള്ളിൽ കോടതികളിൽ പെൻഡിംഗ് ആയി കിടക്കുന്ന കേസുകളുടെ കണക്ക് നോക്കിയാൽ, കോടതികളിൽ ആവശ്യം വരുന്ന അഡ്ജേൺമെന്റുകളുടെ കണക്കുകൾ നോക്കിയാൽ 45 ദിവസത്തിനുള്ളിൽ ജഡ്ജ്മെന്റ് ഡെലിവർ ചെയ്യാൻ ഏതെങ്കിലും ട്രയൽ കോർട്ടിന് സാധിക്കുമോ എന്നതും വലിയൊരു ചോദ്യമാണ്. BNSSന്റെ മറ്റൊരു പ്രൊവിഷൻ ഇതുവരെ CRPCയിൽ ഇല്ലാതിരുന്നത്, പ്രത്യേക തരം കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ, അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ, കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞിട്ടില്ല പക്ഷെ കുറ്റം ചെയ്തതായി സംശയിച്ച് അറസ്റ്റ് ചെയ്യുന്ന ആളുകളെ കൈവിലങ്ങണിയിക്കണം എന്നുള്ള പ്രത്യേക നിയമമാണ്. വർഷങ്ങളായി സുപ്രീം കോടതിയും ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റും വളരെയധികം തുറന്ന ജഡ്ജ്മെന്റുകളിലൂടെയും തുറന്ന കത്തുകളിലൂടെയും ഫൈറ്റ് ചെയ്ത് നേടിയ ഒരു സ്വാതന്ത്ര്യമാണ്, അതായത് വയലന്റ് അല്ലാത്ത, നിയമം അനുസരിക്കാൻ തയ്യാറുള്ള ഒരാളെയും ഹാൻഡ് കഫ് ചെയ്യാൻ പാടില്ല എന്നത്. ആ വലിയ ഹ്യൂമൻ റൈറ്റിനെ, ആ വലിയ മൗലിക അവകാശത്തിനെയാണ് ഒരു ചെറിയ നിയമത്തിന്റെ പ്രൊവിഷൻ കൊണ്ട് ലെജിസ്ലേച്ചർ മാറ്റിയെടുക്കുന്നത്. ഇത്തരം ഒഫൻസുകൾ ചെയ്യുന്ന ആളുകൾ ആരായാലും, അതിപ്പോ ഡൗറി പ്രൊഹിബിഷൻ ആക്ടില്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ടില് ഒക്കെ വരുന്ന, അതായത് 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചെയ്യുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവരെ ഹാൻഡ് കഫ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ ഇത്രയധികം വികസിച്ചു വന്നിരിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം ഒരു നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്യുക വഴി നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ. കാര്യം ഇപ്പൊ നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന ഒരു കാര്യമാണ്, അതായത് കൊളോണിയൽ നിയമങ്ങളാണ് നമ്മളിപ്പോൾ മാറ്റുന്നത് എന്ന്. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഈ നിയമങ്ങൾ 1873-ലും 1860-ലും 1872-ലും ഒക്കെ ഉണ്ടായതാണ്. ആ നിയമങ്ങളുടെ പേരിന്റെ വാലിനോട് കൂടി ഈ വർഷങ്ങളും കൂടി ഉണ്ട്. എന്നാൽ അതേസമയം നമ്മൾ മറന്നു പോകുന്ന, അല്ലെങ്കിൽ മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 6 ലോ കമ്മീഷനുകൾ ഇരുന്ന് പഠിച്ച് ഈ നിയമങ്ങളെ ഇന്ത്യക്ക് പാകത്തിലാക്കി രൂപപ്പെടുത്തിയെടുത്തതാണ്. അതായത് ബ്രിട്ടീഷുകാർ പാസാക്കി സ്ഥലം വിട്ടുപോയ നിയമങ്ങളല്ല, മറിച്ച് നമ്മൾ അവയെ പഠിച്ച് ഇന്ത്യയുടെ സാഹചര്യത്തിന് അനുകൂലമാണോ എന്ന് തീരുമാനിച്ച് അതിനു വേണ്ടുന്ന വ്യത്യാസങ്ങൾ വരുത്തി നാം സ്വീകരിച്ച നിയമങ്ങളാണ് ഇവ ഓരോന്നും. എന്ന് മാത്രമല്ല, ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആകട്ടെ അടിമുടി മാറ്റുകയും പഴയ നിയമം റിപ്പീൽ ചെയ്ത് 1973 ഒരു പുതിയ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 ഉണ്ടാക്കുകയും ചെയ്തു. അതാണ് ഇന്ന് നിലവിലുള്ള ഇപ്പോൾ മാറ്റം വന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അതുകൊണ്ട് തന്നെ നിയമങ്ങളെ ഡീകോളനൈസ് ചെയ്തു, അല്ലെങ്കിൽ കൊളോണിയൽ നിയമങ്ങൾ മാറ്റി എന്നത് ഒരു മിസ്നോമർ ആണ് എന്ന് പറയേണ്ടി വരും. അത് ശരിയല്ല. കാരണം ഇത്രയും കാലം ഇന്ത്യയിൽ നിലനിന്നിരുന്നത് ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ്. ഇതിനു പുറമെ പലപ്പോഴും പലരും അറിയാതെ പോകുന്ന ഒരു കാര്യം, 1950 നമ്മൾ പഠിച്ച് ഇന്ത്യനൈസ് ചെയ്ത് സ്വീകരിച്ച ഈ നിയമങ്ങളിൽ ഇന്ത്യൻ പീനൽ കോഡ് അതിനുശേഷം ഇന്ത്യക്കാരായ നമ്മൾ 75 പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ട്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 18 പ്രാവശ്യവും ഇന്ത്യൻ എവിഡൻസ് ആക്ട് 9 പ്രാവശ്യവും അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് പ്രാവശ്യം മാറ്റങ്ങൾ വരുത്തി ഇന്ത്യൻ തലച്ചോറ് ഉപയോഗിച്ച് പഠിച്ചെടുത്ത് നമുക്ക് പാകത്തിൽ രൂപപ്പെടുത്തിയ നിയമങ്ങൾ തന്നെയായിരുന്നു നമ്മളിപ്പോൾ മാറ്റിയത്. അതിൻ്റെ അർത്ഥം ഇത് മാറ്റണ്ട എന്നല്ല, ഈ മാറ്റങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതാണ്.
ഓക്കെ, അപ്പോൾ ആദ്യമായി ഭാരതീയ ന്യായ സംഹിതയിൽ ഉണ്ടായ മാറ്റങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ഞാൻ പറഞ്ഞുവല്ലോ, ജെൻഡർ ന്യൂട്രൽ ആയി ഈ നിയമം എന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് കാലം ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതേപോലെ ഒന്നാണ് സെക്ഷൻ 377 റിമൂവ് ചെയ്യുക എന്നത്. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യുക വഴി ഉണ്ടായൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സെക്ഷൻ 377 കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്ത ഒരൊറ്റ കാര്യം, സെയിം സെക്സ് റിലേഷൻഷിപ്പിലുള്ള നോൺ കൺസെൻഷ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിലെ അപ്പോഴും കുറ്റമാക്കി നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണമായും സെക്ഷൻ 377 എടുത്തു കളയുക വഴി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മെയിൽ റേപ്പ് എന്ന് പറയാവുന്ന ഒന്ന് ഇന്ന് ഇന്ത്യയിൽ ഒരു കുറ്റമല്ല എന്നൊരു സ്ഥിതി വന്നു. ബേസ്റ്റിയാലിറ്റി ഇന്ന് ഇന്ത്യയിൽ ഒരു കുറ്റമല്ല. അത് ഇത്രയും കാലം കുറ്റമായിരുന്നു. അത് കുറ്റമായി തന്നെ തുടരേണ്ടതുമാണ്. എന്നാൽ ഒരു പ്രത്യേക ഭാഗം മാത്രമായി എടുത്തു മാറ്റുന്നതിന് പകരം പൂർണ്ണമായി ആ സെക്ഷൻ എടുത്തു മാറ്റുമ്പോൾ ശ്രദ്ധിക്കാതെ പോയതാവാം. കുറ്റമാണ്, കുറ്റമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ, പക്ഷേ ഈ നിയമത്തിൽ അത് കുറ്റമാവുന്നില്ല എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്, വളരെ സ്വാഗതാർഹമായ കാര്യമാണ് സെഡീഷൻ ലോ. കാരണം അത്രയധികം കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അതിൽ, അത് എടുത്തു കളഞ്ഞു. വളരെയധികം സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിന് പകരമായി ട്രീസൺ എന്നൊരു ഒഫൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് സെഡീഷനിൽ ഉണ്ടായിരുന്ന അതേ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതേ കുറ്റം തന്നെയാണ് ട്രീസണിൽ ഉള്ളത്. അതുകൊണ്ട് സെഡീഷൻ പോയതുകൊണ്ട് ഇന്ത്യയിൽ രാജ്യദ്രോഹം കുറ്റമല്ലാതെ ആയിട്ടില്ല എന്നതാണ് അവസ്ഥ. എന്നാൽ ഇനി ശരി, ആ നിയമത്തിന് വേണ്ട രീതിയിൽ വ്യക്തത കൊടുത്തുകൊണ്ട് ഒരു പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തു എന്ന് വെക്കുക. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? ട്രീസൺ എന്ന ഓഫൻസ് സെഡീഷനിൽ ഉണ്ടായിരുന്ന അത്രയും അവ്യക്തതയുണ്ട്, കുറെ കൂടി അവ്യക്തത. അതായത് എനി ആക്ഷൻ, ഇതിനു മുമ്പ് സെഡീഷനാണ്, ഇപ്പോൾ ഒരാൾക്ക് രാജ്യദ്രോഹം പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞ അയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കോടതികൾ പറഞ്ഞിരുന്ന ഒരു സേഫ് ഗാർഡ് എന്താ വെച്ചാൽ, അയാളുടെ സംസാരം അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തി ഏതെങ്കിലും തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള ഒരു ആക്ഷനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് രാജ്യത്തിനെതിരെയുള്ളതാണെങ്കിൽ സെഡീഷൻ വഴി അറസ്റ്റ് ചെയ്യാം എന്നാണ്. ആ നിയമം തന്നെ ഇത്രയധികം പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടും തന്നെ വളരെ കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെട്ടതാണ് ഈ സെഡീഷൻ എന്നുള്ള 120A എന്ന് പറയുന്ന ആ സെക്ഷൻ. അതിന് പകരം ഇൻട്രോഡ്യൂസ് ചെയ്ത ട്രീസണിൽ പറയുന്നത് എനിത്തിങ് വിച്ച് ഇസ് ലൈക്ലി ടു എഫക്ട് ദ സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ കൺട്രി. ഇത് വളരെ അവ്യക്തമായിട്ടുള്ള, വളരെ വൈഡ് ആയിട്ടുള്ള, എന്നാൽ അതേസമയം വളരെ അവ്യക്തമായിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തിനേയും ഉൾപ്പെടുത്താം. അതായത് സാധാരണ പൗരന്മാരുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കർട്ടെയിൽ ചെയ്യാൻ ഏത് ഗവൺമെന്റിനും വളരെ സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ അത്രയധികം അവ്യക്തമായാണ് ഈ ട്രീസൺ എന്നുള്ള ആ പ്രൊവിഷൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണെന്ന് പറയാതെ വയ്യ. പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒഫൻസസ് ഓണർ കില്ലിംഗ്, മോബ് ലിഞ്ചിങ്, യെസ്, ഇതൊക്കെയും കുറ്റമായിരുന്നു മുമ്പ്. പക്ഷെ അതിനെ കുറ്റമാക്കണമെങ്കിൽ അതിനെ മർഡർ ആയോ അല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ട് ആയോ ഒക്കെ ഡിഫൈൻ ചെയ്തിട്ട് വേണമായിരുന്നു. എന്നാൽ പുതിയ സാഹചര്യങ്ങൾ പരിഗണിച്ച് എന്ന് തന്നെ പറയട്ടെ, പുതിയ സാഹചര്യം ആവശ്യപ്പെടുന്ന രീതിയിൽ ആൾക്കൂട്ട ആക്രമണങ്ങൾ, മോബ് ലിഞ്ചിങ്, ഓണർ കില്ലിംഗ് എന്നിവയൊക്കെ കൃത്യമായി ഒഫൻസായി പരിഗണിച്ചിട്ടുണ്ട് ഈ ഭാരതീയ ന്യായ സംഹിതയിൽ. അവിടെ തന്നെ ഈ മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, കുറെ ആളുകൾ കൂടി ഒരാളെയോ അല്ലെങ്കിൽ 2-3 ആളുകളെയോ ആക്രമിച്ച് കൊല്ലുന്നത്, ആക്രമിച്ച് ഉപദ്രവിക്കുന്നത്, ഇതൊക്കെയാണ് മോബ് ലിഞ്ചിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൽ ഡെഫിനിഷനിൽ ചെറിയൊരു പ്രശ്നം പറ്റിയത് എന്താ വെച്ചാൽ, മോർ ദാൻ 5 പീപ്പിൾ, 5 ഓർ മോർ ദാൻ 5 പീപ്പിൾ, അത് 5-5 കൂടുതലോ ആളുകൾ വിത്ത് എ കോമൺ ഇൻട്രസ്റ്റ്, അതായത് ഒരു പൊതു ഉദ്ദേശത്തോടു കൂടി 5-5 കൂടുതലോ ആളുകൾ ആക്രമിക്കുകയാണ്. പിന്നെ അവിടെ പറയുന്ന ഒരു വാക്ക് ഹാവിങ് കോമൺ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്നാണ്. ഈ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രശ്നമായിട്ടുള്ളൊരു വാക്ക്. ഇപ്പോൾ ഈ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ ഇൻട്രസ്റ്റ് കോമൺ ആയിരുന്നു എന്ന് തെളിയിക്കാൻ ആരെ കൊണ്ട് സാധിക്കും? അതെങ്ങനെയാണ് പേഴ്സണൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കോമൺ ആവുക? അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ, ഇത്തരം കേസുകൾ കോടതി മുറിയിൽ വരുമ്പോൾ അക്യൂസ്ഡിന് വേണ്ടി ഹാജരാകുന്ന ഏത് വക്കീലിനും പറഞ്ഞു നിൽക്കാൻ കഴിയും, ഇവരുടെ ഒന്നും പേഴ്സണൽ ഇൻട്രസ്റ്റ് കോമൺ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവർ ചെയ്ത ഓഫൻസ് മോബ് ലിഞ്ചിങ് അല്ല എന്ന്. അങ്ങനെ ഒരു സാധ്യതയാണ് ഈ വ്യക്തമല്ലാത്ത ഡെഫിനിഷൻ മൂലം ഈ സെക്ഷൻ തുറന്നു വയ്ക്കുന്നത്. മാറിയ ക്രിമിനൽ നിയമങ്ങളെ എടുത്തു വെച്ച് നോക്കുമ്പോൾ 90% പ്രൊവിഷൻസും പഴയ നിയമങ്ങളിലുള്ള അതേപോലെയാണ് എടുത്തു വച്ചിരിക്കുന്നത് എന്ന് കാണാം. കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങളിൽ ചിലതൊക്കെ തീർച്ചയായും സ്വാഗതാർഹമാണ്.
അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് കംപ്ലയിൻസ്, ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് FIR, അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് എവിഡൻസസ്, ഇതൊക്കെ അഡ്മിസിബിലിറ്റി ഓഫ് ഓഡിയോ വിഷ്വൽ എവിഡൻസസ്, വീഡിയോ റെക്കോർഡിംഗ് ഓഫ് അറസ്റ്റ്, സെർച്ച്, സേഷ്യർ, ഇതൊക്കെ മാറുന്ന കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ തന്നെയാണ്. എന്നാൽ അതേസമയം കൊണ്ടുവന്നിരിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും പല സെക്ഷൻസിലുമുള്ള അവ്യക്തത, ഉദാഹരണം ടെററിസം എന്ന ഓഫൻസ്, മോബ് ലിഞ്ചിങ് എന്ന ഓഫൻസ്, ഡിസീറ്റ്ഫുൾ മീൻസ് സെക്ഷൽ ഇന്റർകോഴ്സ് എന്നുള്ള ഓഫൻസ്, ഇതൊക്കെ തീർത്തും അവ്യക്തമായി ഡിഫൈൻ ചെയ്യുക വഴി, പ്രത്യേകിച്ചും ഫോറൻസിക് എവിഡൻസ് അഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ ഫോറൻസിക് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്നും ആ സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിന് 5 വർഷത്തെ സമയം കൊടുക്കണമെന്നും കൂടി പറയുമ്പോൾ ഇതെങ്ങനെയാണ് എന്നൊരു അവ്യക്തത, ഇതെങ്ങനെ ആയിരിക്കും എന്നൊരു അനിശ്ചിതത്വം, ഇതൊക്കെയാണ് ഈ മാറുന്ന നിയമങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. അതെന്ത് തന്നെ ആയാലും ഇനി വരുന്ന വർഷങ്ങളിൽ ഇന്ത്യയുടെ കോടതി മുറികളിൽ കേസുകൾ അതെന്ത് തന്നെ ആയാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി വരുന്ന വർഷങ്ങളിൽ ഇന്ത്യയുടെ കോടതി മുറികളിൽ കേസുകൾ കുമിഞ്ഞുകൂടും. 3 തരത്തിലുള്ളവയായിരിക്കും അത്. ഒന്ന്, ജൂലൈ 1-ാം തീയതിക്ക് മുമ്പ് ചെയ്ത കുറ്റങ്ങളിൽ പഴയ IPCയും പഴയ CRPCയും പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ടും പ്രകാരം നിയമ നടപടി നടക്കേണ്ടുന്ന കുറ്റങ്ങൾ. 2, ജൂലൈ 1-ാം തീയതി അർദ്ധരാത്രി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യാധിനിയമം എന്നിവ പ്രകാരം ഉള്ള നടപടികളിൽ ഇനിയും തീരുമാനമാവാത്ത കേസുകൾ. 3-ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായത്, ഈ മാറിയ ക്രിമിനൽ നിയമങ്ങളിൽ ഒരുവിധം എല്ലാ പ്രൊവിഷൻസും ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെയോ മറ്റേതെങ്കിലും പ്രൊവിഷൻസിന്റെയോ ലംഘനമാണ് എന്ന് അലമുറയിട്ടുകൊണ്ട് ഇന്ത്യയുടെ ഹൈക്കോടതികളിലേക്കും സുപ്രീം കോടതികളിലേക്കും ഓടിയെത്തുന്ന ഇന്ത്യയിലെ പൗരാവകാശ പ്രവർത്തകരുടെ അപേക്ഷകൾ. നിയമങ്ങൾ മാറേണ്ടത് ഏത് സമൂഹത്തിന്റെയും ആവശ്യമാണ്. എന്നാൽ നിയമവാഴ്ച ഭയപ്പെടുന്ന ഒന്നുണ്ട്, അനിശ്ചിതത്വം, അവ്യക്തതയും.